പ്രീ ഡിഗ്രിക്ക് പഠിച്ച സമയത്താണ് കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്നുള്ള സിനിമ ടി വിയിൽ കണ്ടപ്പോൾ അതിനകത്ത് താഴെ ഇങ്ങനെ കമ്മൽ എന്നുള്ള പേര് എഴുതി കാണിച്ചത്. സംവിധാനം കമ്മൽ, സംവിധാനം കൊള്ളാവുന്ന പണിയാണല്ലോ. അങ്ങനെയാണ് സംവിധാനം എന്താണെന്ന് അറിയാനുള്ള ശ്രമം നടത്തി തുടങ്ങി. എന്താണെന്നറിയാൻ പഠിച്ച സമയത്ത് ഞങ്ങളുടെ പിള്ളേർ ഗ്യാങ് ഉണ്ടായിരുന്നു അവിടെ കോളേജിൽ, ആലോ യൂസ് കോളേജിൽ. ഞങ്ങളെല്ലാം കൂടി ഒരു ഡ്രാമ ഞാൻ തന്നെ എഴുതി കഥ തിരക്കഥ സംഭാഷണ സംവിധാനം ഞാൻ തന്നെ, അതിനകത്ത് മെയിൻ റോളും ഞാൻ തന്നെ ചെയ്തു. അപ്പോൾ അത് ഭയങ്കര കോമഡി ആയിരുന്നു, കോമഡി നാടകമായിരുന്നു. അത് ഭയങ്കര ഹിറ്റായി അവിടെ, എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെട്ടു, എല്ലാവരും ഭയങ്കര കൈഡിയും ബഹളമായിരുന്നു. അപ്പം എനിക്ക് തോന്നി സംവിധാനം ചിലപ്പോൾ പറ്റുമായിരിക്കും എന്നൊക്കെ തോന്നി തുടങ്ങി. പിന്നെ അപ്പം മുതൽ ഞാനിങ്ങനെ പറയും എനിക്കൊരു സംവിധാനമാണ് പറഞ്ഞു കൊടുക്കും. പക്ഷേ അതിന് വേണ്ടി പ്രത്യേകം ചെയ്യാനൊന്നും പോയൊന്നുമില്ല. പിന്നെ പഠിച്ചാലോ എന്നൊക്കെ ആലോചിച്ചു, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചാലൊന്നും ആലോചിച്ചു. പക്ഷേ ആ സമയത്ത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാമെന്നൊക്കെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, വീട്ടിൽ പറഞ്ഞൊന്നുമില്ല. പക്ഷേ അങ്ങനെ വലിയ പാഷനൊന്നുമില്ലായിരുന്നു അന്ന്. ഫിലിം ഡയറക്ടർ ആയ കൊള്ളാം അത്ര ഉണ്ടായിരുന്നുള്ളൂ അന്നൊക്കെ. പിന്നെ എല്ലാവരും ഈ പറഞ്ഞ പോലെ എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. അപ്പോൾ ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് പോയി, എൻട്രൻസ് കിട്ടി. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി, ഞാൻ എഞ്ചിനീയറിംഗ് പോയി. എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ കഴിഞ്ഞില്ല, അതിന് മുമ്പ് തന്നെ മനസ്സിലായി നമ്മുടെ പണി എഞ്ചിനീയറിംഗ് അല്ല, നമ്മുടെ പണി ഫിലിം മേക്കിംഗ് ആണ്. അന്ന് ഞാൻ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്റ്റാഫിനൊക്കെ അറിയായിരുന്നു എനിക്ക് ഫിലിം ഡയറക്ടർ ആണെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പിള്ളേരുണ്ട്, കൂട്ടുകാർ, അവരാണ് എന്നോട് പറഞ്ഞത് ഫിലിം ഡയറക്ടർ ആവണമെങ്കിൽ എന്തെങ്കിലും ചെയ്യും, നീ ചുമ്മാ നടന്നിട്ട് എങ്ങനെ ഡയറക്ടറാവും, എന്തെങ്കിലും ചെയ്യാനല്ല ഡയറക്ടർ ആവുള്ളൂ. പക്ഷേ ആ സമയത്ത് ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് എഞ്ചിനീയറിംഗ് പഠിച്ചത്. അപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ വീട്ടാൻ വേണ്ടി ഒരു ജോലി വേണമല്ലോ. അങ്ങനെ ജോലിയൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് പതുക്കെ വരാം എന്നുള്ള പ്ലാനിലായിരുന്നു അന്നിരുന്നത്. പിന്നെ അവസാനം ഇൻഫോസിൽ ജോലി കിട്ടി. കുറച്ച് ലോൺ ഞാൻ കുറച്ച് അടച്ചിട്ടുള്ളൂ, ബാക്കി വീട്ടുകാരനെ അടച്ചത്. അങ്ങനെ അനുവേണ്ട അനിയനുണ്ട്, അനുവേണ്ട അളിയൻ എൻ്റെ സുഹൃത്താണ് അപ്പു എന്ന് പറയുന്നത്. ഓംശാന്തി വെച്ചെന്നതിൽ SI ജോർജായിട്ട് അഭിനയിച്ചിട്ട് അവനാണ്. ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു, അളിയെ എനിക്കിങ്ങനെ പടത്തിൽ കയറണം, എങ്ങനെയെങ്കിലും നീ പുള്ളിയുടെ അടുത്ത് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു ആ സമയത്ത്. അപ്പോൾ ആ സമയത്താണ് പുള്ളി ദീപു കരുണാകരൻ എന്നുള്ള ഒരു ആൾ വരുന്നുണ്ട്, പുതിയ ഡയറക്ടറാണ്, പുള്ളിയുടെ പറഞ്ഞു നോക്കാം, പുള്ളിയുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പുള്ളി പറഞ്ഞു, എടാ എൻ്റെ ഓൾറെഡി 5-6 പേരുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ അവർ അസിസ്റ്റൻ്റായിട്ട് എന്നെ എടുക്കും എന്നൊക്കെ ചോദിച്ചിട്ടാണ് കയറിയത്. പുള്ളി പറഞ്ഞു, പണിയൊന്നും നിനക്ക് ഉണ്ടാവില്ല, നീ വെറുതെ നിന്നാൽ നമുക്കില്ലോ ഷൂട്ടിങ് കണ്ടാൽ മതി ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ചിട്ടൊക്കെയാണ് അതിൽ കയറിയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇൻഫോസിൽ നിന്ന് മുങ്ങിയാണ്. ഒരു സമയം ഉച്ചയ്ക്ക് ഞാൻ അവിടെ നിന്ന് പോന്നു. വിളിച്ചു പറഞ്ഞു, ഫോൺ ചെയ്ത് പറഞ്ഞു, എനിക്ക് സുഖമില്ല, വയറിന് സുഖമില്ല, നാളെ വരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ വിളിച്ചു പറഞ്ഞു, വയറിനല്ല സുഖം, മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞു. എനിക്ക് മഞ്ഞപ്പിത്തമാണ്, ഇനി 1 മാസം കഴിഞ്ഞ് വരാൻ പറ്റുള്ളൂ. മതി പതുക്കെ വന്നാൽ. അങ്ങനെ ഗ്യാപ്പിൽ മുങ്ങിയിട്ടാണ് ഇതിൽ വർക്ക് ചെയ്തത്, ഈ പടത്തിൽ വർക്ക് ചെയ്തത്. പടം ഭീകരമായിരുന്നു, പൊള്ളാച്ചിലേക്കായിരുന്നു ഷൂട്ട്, വെയിലത്ത് ഓടി നടക്കുക. പെട്ടി ചുമക്കലായിരുന്നു എൻ്റെ പരിപാടി. പെട്ടി ചുമന്നിട്ട് ഇവിടെ വരൂ എന്ന് പറയുമ്പോൾ അവിടെ വരും, അങ്ങോട്ട് ഓടും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇവിടെ. ഇതായിരുന്നു മെയിൻ പരിപാടി. അപ്പോൾ എല്ലാവരും പറഞ്ഞു, വലിയ കാര്യമുണ്ട്, അവിടെ നല്ല ജോലിയുള്ള സമയത്ത് ഈ വെയിലത്ത് നിന്ന് പണിയെടുക്കണേ. അതും ആ പടത്തിൽ എനിക്ക് വർക്ക് ചെയ്തതിന് കിട്ടിയ ശമ്പളം 2000 രൂപയാണ് കിട്ടിയത്, 56 ദിവസം വർക്ക് ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇനിയും ഈ പണിക്ക് പോകില്ല, കാരണം മുഖമൊക്കെ കറുത്ത് കരിവാളിച്ച്. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആൾക്കാർ ചോദിച്ചു, നിനക്ക് മഞ്ഞപ്പിത്തമാണോ വന്ന വേറെ എന്തെങ്കിലുമാണ്, നിന്ന് കറുത്ത് പോയിരുന്നത്. ഞാൻ പറഞ്ഞത് മരുന്നിൻ്റെ എഫക്റ്റാണെന്നൊക്കെ പറഞ്ഞ് അവസാനം അവിടെ നിന്ന്. പിന്നെ പിള്ളേരൊക്കെ അറിഞ്ഞു, കൂടെ വർക്ക് ചെയ്തവരെല്ലാവരും പറഞ്ഞു, ഞാൻ ഇങ്ങനെ പടത്തിൽ വർക്ക് ചെയ്തവരെ പറഞ്ഞു. അപ്പോൾ അവരെല്ലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ PM എന്നെ വിളിച്ച് ചോദിച്ചു, നീ ഇങ്ങനെ പടത്തിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തത്? ഞാൻ പക്ഷേ അസിസ്റ്റൻ്റായിട്ടാ എൻ്റെ പട്ടി പോകുന്നൊക്കെ പറഞ്ഞു. അവസാനം ഇപ്പോൾ പടം റിലീസായപ്പോൾ എൻ്റെ പേര് എഴുതി കഴിഞ്ഞ അസിസ്റ്റൻ്റ് എടുത്തിട്ട്. അപ്പോൾ PM ഒരു മലയാളിയായിരുന്നു, ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ അതിനകത്ത് ചതിയായി പോയി എന്നോട് കാണിച്ചത്. മഞ്ഞപ്പിത്തമെന്ന് പറഞ്ഞ് പോയിട്ട് ഞാൻ പറഞ്ഞാൽ ചേച്ചി അത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം, ആരോടും പറയും എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിന്നു അവിടെ. പിന്നെ കുറേ ആൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇൻഫി വിടുവാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ വിടണ്ട, നീ ഒരു ഏപ്രിൽ വരെയൊക്കെ പിടിച്ചേക്ക്, കാരണം ബില്ലബിളായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ പേരിൽ ഇൻഫിക്ക് കാശ് ഇടുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ വേറെ ആൾ പകരം ഇടണം, എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത കുറേ വാക്കുകളൊക്കെ അവർ പറഞ്ഞു, കാരണം ഒന്നാമത്തെ IT ഫീൽഡിൽ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ശരി എന്നാൽ നിൽക്കട്ടെ, കുറച്ച് 3-4 മാസത്തെ കാര്യമുള്ളൂ, ശരി ഏപ്രിൽ വരെ നിൽക്കാമെന്ന് ചോദിച്ചാൽ ഏപ്രിൽ വരെ ഞാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഞാൻ ഒരു ഫിലിം ഡയറക്ടർ ആവണം എന്നുള്ളത് മേടുന്നുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ അവിടെ എങ്ങനെയും പിടിച്ച് തന്നെ കുറച്ചും കൂടി കാശൊക്കെ ഉണ്ടാക്കിയിട്ട്. പക്ഷേ ഏപ്രിൽ ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയി എന്നെ ഫോൺ ചെയ്യണം അവിടുത്തെ DM ഫോൺ ചെയ്യണം. DM ആണ് ഏറ്റവും മെയിൻ ആൾ ഇൻഫിയിൽ, അജയൻ പിള്ള എന്നാണ് അയാളുടെ പേര്. അപ്പോൾ എനിക്കറിയില്ല ഇയാളാണ് DM, പേര് പോലും എനിക്കറിയില്ല അജയൻ പിള്ള. ഞാൻ ഉച്ചയ്ക്ക് കൂടെ വെച്ചിങ്ങനെ കോൾ വന്നു, ഹലോ ഇത് അജയൻ പിള്ളയാണ്. ഞാൻ പറഞ്ഞു, പറയൂ. അപ്പോൾ ഞാൻ കരുതി ഏതൊരു ചെറുക്കൻ അജയൻ പിള്ള, പറഞ്ഞോളൂ. നിങ്ങൾ എനിക്കൊന്ന് കാണണമല്ലോ. ഞാൻ പറഞ്ഞു, ഇന്ന് കാണാൻ പറ്റില്ല, ഞാൻ കുറച്ച് തിരക്കിലാണ്. എന്ത്? അല്ല, ഇന്ന് കാണാൻ പറ്റില്ല, ഞാൻ കുറച്ച് ബിസിയാണ്, പെട്ടെന്ന് കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ 1 മിനിറ്റ് ഹോൾഡ് ചെയ്തു. ഞാൻ പറഞ്ഞു, ആരുടെ അജയൻ പിള്ളാന്ന് വെച്ചു. എൻ്റെ കൂടെ പറയണം, പറയാം DM ആണത്. ഓണോ? സാർ ഞാൻ പോരാന്ന് പറയാം. ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ കൈ കഴുകി പുള്ളിയുടെ ഓഫീസിൽ ചെന്നു. പുള്ളി പറഞ്ഞു, ഇൻഫി വളരെ പ്രശ്നത്തിൽ നിൽക്കുവാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു വിടാണ്, പെർഫോമൻസ് ഒട്ടില്ലാത്ത ആൾക്കാരെ നമ്മൾ പറഞ്ഞു വിടാണ്. അപ്പോൾ എൻ്റെ ടീമിൽ 7 പേരുണ്ട്. അപ്പോൾ 7 പേരിൽ ഏറ്റവും മോശം പെർഫോം ചെയ്യുന്ന ഞാനാണ്. അപ്പോൾ നിങ്ങളെയാണ് ഞങ്ങൾ നോക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകണം? അപ്പോൾ നിങ്ങളായിട്ട് രാജിവെച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 മാസത്തെ സാലറി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 3 മാസം സാലറി അത്യാവശ്യം നല്ല എമൗണ്ടാണ്. ഞാൻ പറഞ്ഞു, ഞാനായിട്ട് പൊക്കോളാം, നിങ്ങളെന്നെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ തന്നെ എഴുതി കൊടുത്തു, ശരി പൊക്കോളൂ. ഞാൻ ഇപ്പം തന്നെയോ? പൊക്കോളൂ.
ഞാനവിടെ ചെല്ലുമ്പോൾ ഒരു കുറച്ച് നേരം അവിടെ പോലെ ഞാൻ പറഞ്ഞ പിരിച്ചു വിടണേ ഞാൻ പോകണം. അപ്പോൾ അവർ ഇത്ര പെട്ടെന്നോ അവർ പറഞ്ഞു, എന്നോട് പറഞ്ഞു നിങ്ങളിത് വേറെ എവിടെയും പറയരുത്, പുറത്ത് പറയരുത്, കാരണം ഇൻഫി ഒരിക്കലും അങ്ങനെ ആളെ വിട്ടു എന്നുള്ള കാര്യം പുറത്തറിയരുത്. ഞാൻ പറയില്ല, എനിക്ക് കാച്ചെന്താ, ഞാൻ പറയും മിണ്ടൂലെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻഫി വിട്ടു. ഇപ്പം എല്ലാവരും വിചാരിച്ചിരുന്നത് ഞാൻ തന്നെ രാജിവെച്ച് IT ജീവിതം ഉപേക്ഷിച്ച് പോകുന്നതൊക്കെയാണ്. പക്ഷേ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഞാൻ ഉപേക്ഷിക്കാൻ പോയപ്പോൾ എന്നോട് ഉപേക്ഷിക്കരുത്, ഏപ്രിലിൽ പിടിച്ചിക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ ഇറക്കി വിട്ടു. ഇത് ഒരു പരിപാടിയായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ചാളിങ്ങനെ പട്ടിണി കിടന്നു. ഇനി എന്ത് ചെയ്യും എന്നലിച്ച് ഇഷ്ടംപോലെ ഞാൻ നോക്കി, വേറെ കുറേ പടത്തിൽ വർക്ക് ചെയ്യാനൊക്കെ നോക്കി. പക്ഷെ ആ സമയത്തൊന്നും ഇങ്ങനെ പെട്ടെന്ന് കയറാൻ പറ്റില്ല. ഇന്നത്തെ പോലെ അത്ര വലിയ വലിയ ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വീട്ടിലെന്നോട് ആദ്യം പറഞ്ഞു, വീട്ടുകാരെല്ലാം ഓക്കെ ആണ്, വീട്ടിലെല്ലാം ഇവിടെ ഫിലിം ഡയറക്ടർ ആയിക്കോന്ന് പറഞ്ഞു. പക്ഷേ അപ്പനെൻ്റെ അടുത്താണ് ജോലി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ജോലി ഇല്ലാത്തവരും തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞ വളരെ കോമഡിയാണ്. ഞാൻ ജോലി വിട്ടതിന് ശേഷം ഒരാഴ്ച വീട്ടിൽ പോയിരുന്നു. നമ്മൾ ഒരാഴ്ച ലീവാണെന്ന് പറഞ്ഞ് വീട്ടിൽ പോയിരുന്നു. എന്നിട്ട് അമ്മ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് ഇവിടെ നിന്ന് മിക്കവാറും പോകേണ്ടി വരും, മറ്റേ ഒന്നല്ലെങ്കിൽ പൂനെ അല്ലെങ്കിൽ ഒറീസയിലേക്ക് പോകേണ്ടി വരും, നിങ്ങൾ വരാൻ പറ്റില്ല, കുറേ നാളെ കഴിഞ്ഞാൽ വരാൻ പറ്റുള്ളൂ. അതെന്ത് പരിപാടിയാണ്? ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഇപ്പോൾ ഇൻഫി അങ്ങനെ പറയണതെന്ന് പറഞ്ഞു. എന്ത് ഞാൻ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ അവിടെ രാജിവെച്ച് വേറെ ജോലി നോക്കണം, ഇല്ലെങ്കിൽ അവിടെ പോകണമെന്ന് പറഞ്ഞു. അന്ന് നീ ജോലി രാജിവെച്ചു? അമ്മ ഞാൻ രാജിവെച്ചു, കുഴപ്പമില്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ എന്താ പരിപാടി, നീ പോകണില്ല വേറെ ജോലിക്ക്? ഞാൻ പറഞ്ഞില്ല, ഞാൻ സിനിമയിലോട്ട് പോയത്. അപ്പം പറഞ്ഞു പണമില്ലാത്തവൻ പെണം എന്ന് പറഞ്ഞു. ശരി, അപ്പനോട് ഞാൻ 10 പൈസ ചോദിച്ചു, നീ ഒന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതുപോലും വീണ്ടും മാറേണ്ടി വന്നു. അത്രയും കാലം ഓം ശാന്തി ഓശാന റിലീസ് ചെയ്യണവരെ ഞാൻ പുള്ളിയുടെ അടുത്ത് കാശ് വാങ്ങിച്ചിട്ടില്ല. പക്ഷെ പടം റിലീസ് നാളെയാണെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് അത്യാവശ്യമായിട്ട് 1000 രൂപ വേണം, വേറെ ആരും ഇല്ല. അപ്പോൾ ഒരു 1000 രൂപ ദൈവം അത് എന്നെ കൂടെ ജയിച്ചു. അപ്പോൾ പട്ടിണി കിടക്കാൻ എൻ്റെ വിധി പട്ടിണി ആയിരിക്കും എന്ന് വിചാരിച്ച സമയത്താണ് എബ്രഹാം മാമൻ എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ, അവൻ ഇപ്പോൾ ദുബായിലാണ്. അവൻ എൻ്റെ കൂടെ എൻ്റെ എഞ്ചിനീയറിംഗ് റൂംമേറ്റ് ആയിരുന്നു. ബാംഗ്ലൂർ താമസ സമയത്തും എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. അപ്പോൾ അതിനടുത്ത് പറഞ്ഞാടാ നീ ഫിലിം ഡയറക്ടറാണ്, നിൽക്കുക ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് കുറച്ച് കാശിൻ്റെ. അപ്പോൾ എനിക്ക് എത്ര ലക്ഷം രൂപ വേണം, ഞാൻ പണക്കാരനാണ്, നീ എടുത്തോ. ലക്ഷമൊന്നും വേണ്ട, എനിക്ക് ഇങ്ങനെ എല്ലാ ദിവസവും കഞ്ഞി കുടിക്കാനുള്ള കാശ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ എനിക്ക് കാശ് ഇങ്ങനെ അയച്ചു തരാം. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ചോദിക്കുന്നു കാശ് വേണം. നമ്മൾ വേണ്ട, പഴയ കാശ് ഇപ്പോഴും ഉണ്ട്, അത് തീർന്നു കാണും, നീ അടുത്ത് പിടിച്ചോ എന്ന് പറഞ്ഞ് കാശിട്ട് തരും. എൻ്റെ പൊന്നെ നീ ചുമ്മാ ആൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ഇവനാണ് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഡയറക്ടറാവും. ഞാൻ പറഞ്ഞു പോയി, എൻ്റെ നാട്ടിലെല്ലാവരും കുറേ ഡയറക്ടറാകാൻ പോവാണ്. മൊത്തം എല്ലാവരും എന്താ ഈ സിനിമയുടെ കാര്യമൊക്കെ. അപ്പോൾ എനിക്ക് സിനിമ ചെയ്തേ പറ്റൂന്നായി. അങ്ങനെ വീണ്ടും ഞാൻ അനുവേൻ്റെ അടുത്ത് പറഞ്ഞു, അനുവേട്ട ഒരു പടത്തിൽ കൂടി എന്നെ കയറ്റി തരണം, ഇപ്പം ഞാൻ ഒന്നും ചോദിക്കില്ല എന്നോ. അപ്പോഴാണ് എൻ്റെ ഭാഗ്യത്തിന് വിനീത് ശ്രീനിവാസൻ മലയാള സിനിമയിലേക്ക് മലർവാടി ആർട്സ് ക്ലബ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിനീത് ശ്രീനിവാസൻ്റെ ഒരു ആൽബമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ ജോലി സമയത്ത് ഇവൻ ഇറക്കിയ ഒരു ആൽബം കണ്ടിട്ട് ഞാൻ അന്ന് വിചാരിച്ചാൽ ഇതുപോലെ ഒരു ആൽബം ചെയ്യണം. ഞാൻ ഒരു ആൽബം ചെയ്തു. യൂട്ടേൺ എന്ന് പറഞ്ഞ UC കോളേജിലെ പിള്ളേർ വെച്ചിട്ട് ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഇറങ്ങിയായിരുന്നു. പക്ഷെ അത് ഹിറ്റായൊന്നുമില്ല. പക്ഷേ CD ഇറക്കിയായിരുന്നു. ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു CD ഇറക്കണം. ലാസ്റ്റ് വിനീതിൻ്റെ പടത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നോട് പറഞ്ഞു, നിൻ്റെ ആൽബം കണ്ടിട്ടാണ് ഇത് ഇറക്കിയെന്ന് പറഞ്ഞു. അത് കാണിച്ചു, അവനിഷ്ടമായി. അങ്ങനെ വിനീത് ശ്രീനിവാസനുള്ള ബന്ധം ഭയങ്കര സ്ട്രോങ് ആയി. ഒറ്റ പടം കൊണ്ട് അവനെ വിനീത് എല്ലാവരും ഒരേപോലെ കാണുന്ന ആളാണ്. ഭയങ്കര പാവമാണ്. ഇതിനായിട്ട് ഭയങ്കര കമ്പനിയാണ്. ഒരേ ഏജ് ആയതുകൊണ്ട് പെട്ടെന്ന് സിങ്കായി. പിന്നെ അതിനുശേഷമാണ് നിവിൻ പോളിയും എന്നെ വിളിച്ചു തുടങ്ങും. അത് കഴിഞ്ഞു ആ പടം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് നീ പടം ചെയ്യണല്ലേ, എന്താ പരിപാടി? ഞാൻ പറയാം ഞാൻ ഒരു പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയുള്ളൂ, ഈ പെട്ടെന്നായോ? പറയാം ഇപ്പോഴേ തുടങ്ങിയാലേ നീ 2 കൊല്ലം കഴിഞ്ഞ് പടം ചെയ്യുള്ളൂ, തുടങ്ങാമെന്ന് പറഞ്ഞ് നിവിൻ എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഒരു നിവിൻ എന്നെ വിളിച്ചു പറഞ്ഞാൽ ഒരു സ്റ്റോറി ഉണ്ട്. ഹാങ് ഓവറിനെ ബേസ് ചെയ്തൊരു സാധനം അവൻ പറഞ്ഞത്. അവൻ എന്നെ വിളിച്ചത് ഇങ്ങനെ സാധനം ഇട്ടാലോ എന്ന് ചോദിച്ചു. ഞാൻ ഇത് ഉള്ളല്ലോ കളിയാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അവനോട് ഇരുന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു വൺലൈനായി. ഭയങ്കര കോമഡി ആയിരുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു വിനീതിൻ്റെ അടുത്ത് പറയാം എന്ന് പറഞ്ഞിട്ട് ഞാനും ഇവനും കൂടി ഇവൻ താമസിക്കുന്ന ഫ്ലാറ്റ്. അപ്പോൾ അന്ന് പറഞ്ഞാൽ വിനീതായിട്ടുള്ള ബന്ധം വിനീത് നമസ്കാരം അങ്ങനത്തെ ബന്ധമേ ഉള്ളൂ. വിനീത് പറയൂ സിജോ ഇരിക്കൂ എന്നൊക്കെ പറയുള്ളൂ. അവിടെ ചെന്നിട്ട് ഞാൻ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇതാണ് കഥ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഇൻട്രോല്ലേ. അപ്പോൾ വിനീത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പണി ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലേ, ബാക്കി പറ എന്ന് പറഞ്ഞു. അദ്ദേഹം ബാക്കി പറഞ്ഞു. പടം മൊത്തം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഒരു റോൾ മെയിൻ റോൾ വിനീത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിനീതിൻ്റെ അടുത്ത്. എന്ന് പറഞ്ഞു വിനീത് നിവിൻ അജുനൊക്കെ വെച്ചാൽ പ്ലാൻ ചെയ്തത്. ഞാൻ പറയും ഈ റോള് വിനീത് ചെയ്യണമെന്ന് പറഞ്ഞു. വിനീത് എൻ്റെ അടുത്തൊന്നും പറയാനില്ല, എൻ്റെ മൈൻഡ് ചെയ്യണില്ല. അപ്പോൾ ഞാൻ നിവിനെ ഞാനിത് പ്രൊഡ്യൂസ് ചെയ്യട്ടെ. അപ്പം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാനോ? അപ്പോൾ ഇതിൽ റോൾ അത് ഞാൻ അഭിനയിക്കാം, ഒന്ന് അത് വിട്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ സംഭവമായി പോയി. പിന്നെ ആ പടം എല്ലാവരും കേട്ടു അറിഞ്ഞു, ഫുൾ കോമഡി, എല്ലാവരും ഭയങ്കരമായിട്ട് പറയുന്നു ഇത് കിടലും പടം. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് തന്നെ വട്ടായിപ്പോയി. ഞാൻ ഡയറക്ടർ ആകുമ്പോൾ ഇത്ര പെട്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആ ലെവലായിപ്പോയി. പിന്നെ ആ സമയത്ത് ഇതുപോലെ തന്നെ വേറൊരു സ്റ്റോറി പടത്തിൽ മലയാള സിനിമയിൽ വന്നുകൊണ്ട് നിങ്ങൾ വേണ്ടെന്ന് വെച്ചു ആ പടം. പക്ഷെ ഞാൻ ഫസ്റ്റ് പടം എന്നുള്ള എൻ്റെ ഫുൾ എക്സൈറ്റ്മെൻറ്റും എല്ലാ സാധനങ്ങളും ഇതോടെ തീർന്നു. കാരണം ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ മേളിൽ വന്നിട്ട് ടപ്പാന്ന് പറഞ്ഞ താഴെ വീണ്. പിന്നെ ഡയറക്ടറായ കൊള്ളാം, അത്രേ ഉള്ളൂ. അന്നെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഡയറക്ടർ ആകുന്ന രീതിയിലൊക്കെ ഭയങ്കരമായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ സമയത്താണ് വീണ്ടും നിവിൻ തന്നെയാണ് വീണ്ടും എന്നെ വിളിച്ചു പറഞ്ഞു നീ ഒരു ബുക്ക് വായിക്കും, മമ്മൂക്കയുടെ ആത്മകഥയാണ്, നീ ഒന്ന് വായിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് ബുക്ക് ഉണ്ടല്ലേ, ഇവൻ്റെ വീട്ടിൽ പോയി ബുക്ക് എടുത്ത് ഞാൻ അന്ന് രാത്രി തന്നെ വായിച്ച് തീർത്ത്. ഞാൻ രാവിലെ അവനെ വിളിച്ചു, ആളെ വായിച്ചു കഴിഞ്ഞു. അപ്പോൾ അവനോട് എന്ത് തോന്നി?
ഞാൻ പറഞ്ഞു നമുക്കിതൊരു സിനിമയൊക്കെയായിട്ട് അവൻ പറഞ്ഞു അതുകൊണ്ട് നിന്നോട് പറഞ്ഞു. കാരണം ഇവൻ ഞാനും മിക്കവാറും പറയുന്നതൊക്കെ ഏതാണ്ട് ഒരേ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഒരു ദിവസം ഞാൻ ഇതുപോലെ ഓംശാന്തി ഓശാനയുടെക്ക് മുമ്പ് അതിൻ്റെ സ്റ്റോറി ആയിട്ട് ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു ആണിൻ്റെ പുറകെ നടക്കണുള്ളൂ. അപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനത്തെ വല്ല പാട്ടോ സിനിമ വന്നിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഞാൻ ചുമ്മാ എൻ്റെ പീസിൽ കാക്കാന്നൊരു സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പെൺഡ്രൈവിൽ കുത്തി ടി വിയിൽ കാണാമെന്ന് വെച്ചാൽ അത് ഞാൻ എൻ്റെ പെൺഡ്രൈവ് പി സി കുത്തി അതിലേക്ക് കാക്ക കോപ്പി കൊണ്ടിരിക്കുക. അപ്പോൾ നീ വിളിക്കണം ആളെ പറ എടാ നീ ഒരു സിനിമ കാണും കാക്കില്ലേ അതെടുത്ത് കാണാൻ. ഞാൻ പറയാം നീ എനിക്ക് എങ്ങനെ മനസ്സിലായി ഞാനത് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുക ആണോ അളിയാ ഇങ്ങനത്തെ ബന്ധമാണ്. ഞാൻ പറയുന്നത് ഞാൻ എന്ത് വിചാരിക്കും അത് കറക്റ്റ് ആയിരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവനടുത്ത് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഈ ബുക്ക് വായിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് ചുമ്മാ എന്നിട്ട് സാറിൻ്റെ ആത്മകഥ ഞാൻ സിനിമ ആക്കാൻ പോകണം നീ ആരാടാന്ന് ചോദിക്കില്ലേ, കാരണം ഞാൻ ആരുമില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് പോരാ. അപ്പം ന്യൂമർ നീ എന്തെങ്കിലും ചെയ്യും ഷോർട്ട് ഫിലിം ചെയ്താലോ. ഞാൻ ന്യൂമർ ആ നല്ല ഐഡിയ ഉണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ബുക്കിലുള്ള ഒരു ഏരിയ ഉണ്ട് പുള്ളിയുടെ പഴയ കാലമുണ്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞു. ന്യൂമർ അത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നിവിനും എബ്രഹാമാവനും അജുവും കൂടി കാശ് ഇറക്കി. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് പോയി എല്ലാം ഇറക്കി എന്നിട്ട് ഒക്കെ ഷൂട്ട് ചെയ്തു. അതായിരുന്നു ശരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ചെയ്തത്. ഓംശാന്തി ഓശാനേക്കാളും കൂടുതൽ കഷ്ടപ്പെട്ടു അതിന് വേണ്ടി. അത് അവിടെ 3 ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഓംശാന്തി ഓശാന 45 ദിവസം ഷൂട്ട് ചെയ്തു. പക്ഷെ ആ 3 ദിവസം ചെയ്യാനാണ് ഏറ്റവും കഷ്ടപ്പെട്ടത്. അത് ഫുൾ ടൈം എൻ്റെ മനസ്സിലും ഫുൾ ഇത് തന്നെയായിരുന്നു, ഈ സാധനം എങ്ങനെയും നല്ലാക്കണം എന്നായിരുന്നു. എയിം എന്ന് വെച്ചാൽ ലക്ഷ്യം, ഉന്നം എന്നൊക്കെയാ. അതായത് നമുക്കൊക്കെ ജീവിതത്തിൽ അതാവണം ഇതാവണം എന്നൊക്കെ ഉണ്ടാവില്ലേ, അതാണ് എയിം. ഇപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ എയിം എന്താണെന്ന് ഒന്ന് പറയൂ. എനിക്ക് എന്റെ അമ്മയെ പോലെ ആയാ മതി. നെക്സ്റ്റ്. എനിക്ക് ടീച്ചർ ആകണം. മിടുക്കി. ഇനി ആൺകുട്ടികളൊന്ന് പറഞ്ഞേ. എനിക്കൊരു പോലീസുകാരനാകണം. നെക്സ്റ്റ്. എനിക്കൊരു മുഖ്യമന്ത്രി ആവണം. എനിക്കൊരു സിനിമാ നടനാവണം. എന്താ പറഞ്ഞേ? എനിക്ക് എല്ലാവരും അറിയുന്ന ഒരു സിനിമാ നടനാവണം. അങ്ങനെ അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സ്കോർ ചെയ്ത് പുള്ളിയുടെ അടുത്ത് കൊണ്ട് കാണിച്ചു. സാർ ചോദിച്ചു എന്താ പരിപാടി. ഞാൻ പറഞ്ഞു ഒരു വീഡിയോ കാണിക്കാനാണ്. ഡേറ്റ് ഒന്നും വേണ്ടേ. ഞാൻ ഡേറ്റ് ഒന്നും വേണ്ട, പിന്നെ എന്തിനാ വന്ന് അതായത് കണ്ടാൽ മതി. കണ്ടു നോക്കുന്നത് പുള്ളിയുടെ ഇതിൽ കുത്തി പുള്ളി കണ്ടു. എന്താ പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ പറയാം ഇതൊരു പടമാക്കണമെന്നുണ്ട്. ജോർജേ എന്ന് ചോദിച്ചു. എൻ്റെ കഥ സിനിമയാക്കാൻ പോകാതെ. സാറിൻ്റെ കഥ വായിച്ചു കഴിഞ്ഞാൽ അത്ര ഇടില്ലാതുകൊണ്ട് ആരെഴുതണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ. ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറഞ്ഞു പുള്ളി. പിന്നെ 5-6 പടത്തിൻ്റെ അവിടെ ഞാൻ പോകുമായിരുന്നു. ഇങ്ങനെ എല്ലാ ദിവസവും പോയിട്ട് സാറേ ആ സീൻ ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാം. ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ പറഞ്ഞ് 7 മാസത്തോളം ഞാനിങ്ങനെ ഇതിൻ്റെ തന്നെ എഴുത്തിലായിരുന്നു. അങ്ങനെ എഴുത്ത് ശരിയാണല്ലോ, നമുക്ക് കഴിവില്ലല്ലോ. അങ്ങനെ എഴുതി ഒരു പരിവായി. അജൂർ തന്നെ വിളിക്കുകയാണ്. ഞാൻ ആ സമയത്ത് ഫുൾ വിഷമിച്ചിരിക്കുകയാണ്. അജുവിൻ്റെ അടുത്ത് പറഞ്ഞു എന്താ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും ശരിയാണല്ലോ അളിയാ, എഴുത്ത് നടക്കണല്ലോ, മിക്കവാറും കൊഞ്ഞാട്ടാവും. എനിക്ക് ഈ അടുത്ത കാലത്ത് സിനിമ ഡയറക്ടറാണെന്ന് പറ്റുന്നതല്ല. അജു പറഞ്ഞു പേടിക്കണ്ട, നിനക്ക് വേണ്ടി വേറെ പയ്യനെ എഴുതണമെന്ന് പറഞ്ഞു. മദ്രാസിൽ നിന്ന് എഴുതണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അറിയാതെ എനിക്ക് വേണ്ടി എഴുതും. ആരാടാകുന്നത്? മിഥുൻ ആളുടെ പേര്. ഞാൻ അമ്മയോട് എടുക്കാന്നുണ്ട്. മിഥുൻ എന്നെ വിളിച്ചു. മിഥുൻ ആദ്യം വിളിക്കുമ്പോൾ ഭയങ്കര ബാസാണ്. ഹലോ താങ്കൾ മലയാള സിനിമയാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര മലയാളമാണ്. അപ്പം ഞാൻ കരുതി ഏതോ പ്രായമുള്ള ചേട്ടനായിരിക്കും. ഞാൻ പറഞ്ഞു മിഥുൻ പറയും മിഥുൻ എറണാകുളത്ത് വരുമ്പോൾ വിളിക്കൂ നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര മാന്യമായിട്ട് പെരുമാറി. ലാസ്റ്റ് ഞാൻ ഇവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആലു പാലസിലിരിക്കുകയാണ് ഞാൻ വെയിറ്റ് ചെയ്തിട്ട്. നോക്കിയപ്പോൾ മുടിയൊക്കെ വളർത്തി ഒരു കൂതൽ ലുക്ക് വരുത്ത വരുന്നത്. ഞാൻ ചെയ്യും ഇവനായിരിക്കും മിഥുൻ നല്ല ഡീസൻ്റ് ആയിരിക്കും. അവൻ വന്നിട്ട് സുജോ പോയി നീയാണോ മിഥുൻ? ഞാൻ എന്ത് പറയുന്നത് അവിടെ ഇരിക്കാൻ പറഞ്ഞു. മിഥുൻ ഒരു കഥ പറഞ്ഞു. എൻ്റെ മനസ്സിൽ കിടക്കുന്നത് നമുക്കടെ ആത്മകഥയാണ് കിടക്കണേ. ഓൾറെഡി അത് സിനിമ ആക്കണ പ്ലാനുണ്ട്. അതിൻ്റെ മേളിലൊരു സാധനം വന്നാലേ ഞാൻ ചെയ്യുള്ളൂ എന്ന രീതിയിലിരിക്കണം. ഒരു കഥ പറഞ്ഞു, വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, ഇത് എൻ്റെ മനസ്സിലൊരു കഥയുണ്ട് അതിൻ്റെ മേളിലല്ല. അപ്പോൾ അതേത് കഥ? ഞാൻ പറഞ്ഞു ഞാൻ അത് പറയില്ല, കുഴപ്പമില്ല, ഇത് മറന്നേക്ക് ഇനി ഓരോ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പറ എന്ന് പറഞ്ഞു. വേറെ കൂടെ പറഞ്ഞു. ഞാൻ ഇത് വേണ്ട ശരിയാവില്ല എന്ന്. എന്നാൽ ഓരോ കൂടി ഞാൻ പറഞ്ഞു ഇനിയോ. ഞാൻ 3ാമത്തെ പറഞ്ഞു. അവന് വിഷമമുണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇത് കുഴപ്പമില്ല കൊള്ളാം, പക്ഷേ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അതെന്താ പോയി എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടോ, ഒന്നോരോട് കേൾക്കുന്നു പറഞ്ഞു. 4ാമത്തെയും പറഞ്ഞു പക്ഷേ മതി ഇനി വേണ്ട, ശരിയല്ലേ പിന്നെ കാണാം. അപ്പോൾ ഓരോ കൂടി 5ാമത്തെ പ്ലീസ് എന്ന് പറഞ്ഞു. 5ാമത്തെയും പറഞ്ഞു. 5 ഞാൻ നോ പറഞ്ഞു. വേറെ നോട്ടല്ല, എൻ്റെ മനസ്സിൽ ഇതുള്ളതുകൊണ്ടാണ്. കാരണം ഇതിൻ്റെ മേളിൽ ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പായിരുന്നു. മിഥുന് പറഞ്ഞു ശരി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മിഥുനെ വീണ്ടും വിളിക്കുമായിരുന്നു. ഒരു 1-2 മാസം കഴിഞ്ഞിട്ട് മിഥുൻ വീണ്ടും വിളിച്ചു വരും. ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. കൊള്ളാം ആളിയെന്ന് പറഞ്ഞു. പക്ഷേ ആ പടത്തിന് സംവിധായകനില്ല. ഞാൻ പറഞ്ഞു കണ്ടുപിടിക്കുക, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, സ്റ്റോറി നിങ്ങളൊന്ന് കേൾക്കുമെന്ന് പറഞ്ഞു. എനിക്കെങ്ങനെ വേണ്ട, ചുമ്മാ കേട്ടിട്ട് പറ എങ്ങനെയുണ്ടെന്ന് പറയുന്നത്. ശരി കേൾക്കാമെന്ന് പറഞ്ഞ് ഈ കഥ പറയണം അവൻ. ഇങ്ങനൊരു പൂജ മാറ്റ് എന്ന് പറഞ്ഞ പെൺകുട്ടി
എന്ന് പറഞ്ഞ കഥ തുടങ്ങി. വലിയ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഇത് കുഴപ്പമില്ല. ഇത് ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഡയറക്ടറല്ല. ഞാൻ പറഞ്ഞു മറ്റേ ആളെ വിളിക്കും. അയാൾ ശരിയാവില്ല. മറ്റേ ഇയാളെ വിളിക്കും. അയാൾ ശരിയാവില്ല. എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് 5 കഥ ഇഷ്ടപ്പെടില്ല, ഇത് ഇഷ്ടപ്പെടില്ല, ഇതെന്താ ചെയ്താലെന്ന് ചോദിച്ചു. ഞാൻ ഇതിനകത്ത് നോക്കിയപ്പോൾ ആരുമില്ല. അന്ന് ഈ സ്റ്റോറി ഈ കോലത്തിലല്ല, വേറെ സ്റ്റൈലായിരുന്നു. അപ്പം അന്ന് ഈ സിനിമയിൽ ഒന്നുമില്ല. ഇത് ഒരു മെയിൻ റോൾ ചെയ്യുന്ന ഒരു പെണ്ണുമാണ്. അപ്പം അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അപ്പം ഞാൻ പതുക്കെ ഇവനെ വിളിച്ചു. ഇവനെ ഞാൻ ഫോൺ ചെയ്തു. അപ്പോൾ തന്നെ അവൻ ഇത് മാറി നിൽക്കുകയാണ്. ഞാൻ ഇവനെ വിളിച്ചാൽ പറഞ്ഞ ആളെ ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട്, നിനക്ക് റോളൊന്നുമില്ല, നീ ചുമ്മാ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, അത്രേ ഉള്ളൂ. അപ്പം പറഞ്ഞു നിങ്ങൾക്ക് വട്ടാണോ, മറ്റേ കഥ ചെയ്താൽ പോരെ, മേലെ എന്നെ വിളിക്കായിരുന്നു. കട്ട് ചെയ്തു. പക്ഷെ ഞാൻ മിഥുനടുത്ത് പറഞ്ഞു ഡേറ്റ് തന്നു, ഓക്കെ എന്ന് പറഞ്ഞു. മിഥുൻ പ്രൊഡ്യൂസറെ വിളിച്ച് പറഞ്ഞു നിവിൻ ഡേറ്റ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. രാവിലെ ഞാൻ അവൻ്റെ വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞു നിവിൻ്റെ അടുത്ത് പറഞ്ഞ ആളിയാണ്, ലോകം മൊത്തം എനിക്ക് ചുറ്റും ഇങ്ങനെ പോയി ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിൽക്കണ പോലെ ഫീൽ ചെയ്യുക, ഒരു സിനിമ ചെയ്തേ പറ്റൂ, നീ എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു അത്ര നിനക്ക് ഇതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്റ്റോറി കിട്ടലാടാന്ന്, ഞാൻ എന്തെങ്കിലും കിട്ടലാക്കാമെന്ന് പറഞ്ഞു. ശരി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ ഓക്കെ പറഞ്ഞു. പിന്നെ ഞാൻ മിഥുനെ വിളിച്ചിരുത്തി പറഞ്ഞ ആളിയാ നമുക്ക് ക്ലാസ് അങ്ങനെ സാധനമൊന്നും വേണ്ട, വെട്ടി നിരത്തി കംപ്ലീറ്റ് മസാല മിക്സ് ചെയ്യാം. ഇതിന് ആദ്യമൊക്കെ ഇങ്ങനെ വണ്ടടിച്ചിരുത്തി, എന്ത് നിങ്ങൾ കൊലപാതകം ചെയ്യുന്ന സിനിമ, ആ പെൺകുട്ടിയുടെ പ്രണയമാണ് നമുക്ക് വിഷയം. ഞാൻ പറഞ്ഞു പ്രണയം വെറുതെ പറഞ്ഞ ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടമാവില്ല, ഫുൾ ഭയങ്കര നമുക്ക് മസാല മിക്സ് ചെയ്യാം, അവളുടെ ഇമോഷൻസിനൊന്നും നമുക്ക് ഇത് കൊടുക്കണ്ട, അതൊക്കെ മറ്റേ പുറത്തുനിന്നാണവർക്ക് കോമഡി ആയിട്ട് തോന്നിയാൽ മതി, അവളുടെ വിഷമവും അവളുടെ തമാശയൊക്കെ നമുക്ക് കോമഡി ആവണം, അവൾക്ക് മാത്രമായിരിക്കും വിഷമം തോന്നുന്നത്, നമുക്ക് വിഷമേ തോന്നരുതെന്ന്. എങ്ങനെയുണ്ട് എന്റെ പുതിയ ബിസിനസ്? ഭാവിയുടെ താരമാണ് മോളെ ഇന്റർനെറ്റ്. അത് നമ്മുടെ നാട്ടിൽ ആദ്യം തുടങ്ങിയതോ ഈ ഡേവിഡ് കഞ്ഞാണി. അയ്യേ, ഇത് ഇമ്മോറൽ ട്രാഫിക് അല്ലേ? എന്ത് ട്രാഫിക്? ഇമ്മോറൽ. പാവം കുട്ടികൾ, അവർക്ക് ഒരുമിച്ച് വന്നിരിക്കാനുള്ള ഏക സ്ഥലമായത്. ഇന്റർനെറ്റ് ഉപയോഗിക്കാം, സ്വസ്ഥമായി സൊള്ളുകയും ചെയ്യാം, എനിക്ക് കാശും കിട്ടും. അയ്യേ, എന്തായേ? അല്ല നീ എന്താ ഇവിടെ ബ്രൗസ് ചെയ്യണോ? എനിക്ക് ബ്രൗസ് ഒന്നും ചെയ്യണ്ട. അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നേ. എന്താ കാര്യം? ഈ ഗിരിയേട്ടനും ചേട്ടനും ഒരുമിച്ച് പഠിച്ചാണല്ലേ? നീ കുറെ നാളായാലും ആലപ്പുഴത്തെ പറ്റി ചോദിക്കുന്നു, എനിക്ക് പറയാൻ മനസ്സില്ല. മര്യാദക്ക് പറഞ്ഞാലേ ഞാൻ ഇത് വീട്ടിൽ പറഞ്ഞു കൊടുക്കും. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. കാഞ്ഞാടിന്നുള്ള ഒരാൾ വേണം, ഞാൻ പറഞ്ഞ പടത്തിൽ ഒരാൾ വേണം, ഇവളുടെ ബന്ധുവായ ഒരുത്തൻ, ഒരു കള്ളൻ, അവന് ഇവനാണ് അടിയായിരിക്കണം. പിന്നെ പറഞ്ഞ് ഗിരിക്കും പൂജയ്ക്കും ഇടയ്ക്ക് നിൽക്കാൻ ഒരാൾ വേണം, ഇവളുടെ ഫ്രണ്ട് ആയിരിക്കണം, അങ്ങനത്തെ ഒരാളാണ്. ഇപ്പോൾ ഒരു ആൻറ്റി ഉണ്ട് വയനാട്. അപ്പോൾ എറണാകുളത്ത് ഒരു ആൻറ്റി ഉണ്ട്. ശരിക്കും എൻ്റെ ഫ്രണ്ട് ഒരു വൈൻ വാങ്ങിക്കാൻ വേണ്ടി എന്നെ വിളിച്ചിട്ട് പോയി. ഒരു ആൻറ്റി ഉണ്ട് എറണാകുളത്ത്, പുള്ളിക്കാരത്തേക്ക് വൈൻ ഉണ്ടാക്കാനാണ് പരിപാടി, വൈൻ കേക്ക് ഇതൊക്കെ, ഒറ്റയ്ക്ക് താമസം. അപ്പം അതിൽ നിന്നാണ് ഞാൻ വൈൻ ആൻറ്റി ഉണ്ടാക്കിയത്. പൂജ, ആന്റി ഉപദേശിക്കാന്ന് കരുതരുത്. ഗിരി നല്ല പയ്യൻ തന്നെയാ. പക്ഷെ മോള് ഈ പ്രായത്തിൽ അങ്ങനെ പലതും തോന്നും മോളെ. അത് ചിലപ്പോ ഒരു തോന്നലാണെന്ന് തിരിച്ചറിയാൻ വൈകിയെന്നും വരും. മെച്ചൂർഡ് ആകാത്ത പ്രായത്തിൽ തോന്നുന്ന കുറെ നാള് സ്നേഹിച്ച ആളെ മറന്ന് ചായ കുടിക്കുന്ന 2 മിനിറ്റ് സമയം കൊണ്ട് അമേരിക്കയിൽ നിന്ന് ഏതോ കഷ്ണി തലേനാണ് തന്റെ കെട്ടിയെന്ന് ഉറപ്പിച്ച ജൂലി ചേച്ചി എന്നെ കാട്ടി മൂത്തതാ. അതാണോ ആന്റി മെച്ചോറിറ്റി? എനിക്കറിയില്ല. എന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഗിരിയേട്ടനെ ഭയങ്കര ഇഷ്ടം. ആന്റിക്കും ഇഷ്ടല്ലേ? അത് നമുക്കിഷ്ടമുള്ള ആളെ നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. ആന്റി തന്നെയല്ലേ പറഞ്ഞേ. എന്നിട്ടിപ്പോ കല്ലമ്പലം എന്നൊരു സ്ഥലത്ത് വെച്ച് ഇഷ്ടം പറയാം, അങ്ങനെയൊക്കെ ആക്കി. പിന്നെ മസാല മിക്സ് ചെയ്ത് കംപ്ലീറ്റ് വേറെ കഴിക്കും. ലാസ്റ്റ് ഇതിന് ഒരു കുറച്ച് സിനിമ എടുത്ത് നിങ്ങൾ എന്ത് വേണം ചെയ്യും, നിങ്ങളെ സിനിമ എടുത്തോ എന്ന് പറഞ്ഞു. പിന്നെ പൊളിച്ചടിക്ക് മൊത്തം ഇതും എടുത്തോ. അങ്ങനെ ഒരു ഞാനൊരു സീൻ എഴുതും, വേറെ സീൻ അവൻ എഴുതും. ഞാനൊരു സീൻ വായിച്ചിട്ടാകുമ്പോൾ ചാവർ എന്ന് പറഞ്ഞ ചുരുക്കി അപ്പുറത്തുള്ള അവൻ എഴുതി, ഞാൻ വിളിച്ച് അപ്പുറത്ത് അവരെ എഴുതണ്ടായി നിങ്ങൾക്ക് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നാൾ എഴുതിയിട്ടേ ഇല്ലായിരുന്നു. പിന്നെ ഇത് വായിക്കണമല്ലോ, വേറെ ആൾക്ക് വായിക്കാൻ കൊടുക്കുന്നു, അതിനുവേണ്ടി മാത്രം എഴുതി, അല്ലെങ്കിൽ എഴുതിയില്ലായിരുന്നു. അതിൽ പല സീൻ ഉണ്ടായിരിക്കണത് ഞാനും ഇതിനും തമ്മിൽ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ്. ഞാൻ ഒന്നും എഴുതാറില്ല. രാവിലെ വന്നിരുന്ന് ഞങ്ങളിങ്ങനെ വർത്താനം കൊണ്ടിരിക്കും. ഒരു ദിവസം രാവിലെ ഉണ്ടായ കോമഡിയാണ്. പടം തുടങ്ങാൻ 1 മാസം കണ്ടുള്ള സമയത്ത് രാവിലെ എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പടത്തിന് പോയിട്ട് വരാമെന്ന്. ഇതും പറഞ്ഞു ഇപ്പോഴോ? ഞാൻ പറഞ്ഞു കാലത്ത് തന്നെ. ഞാൻ പോയിട്ട് വരാം, ഇപ്പോൾ പോകണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്താ പോയാൽ? അവൻ പറഞ്ഞു ഇപ്പോൾ പോകണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലേ രാവിലെ പോകണമാരും. അവൻ പറഞ്ഞു ഇപ്പോൾ പോകണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ മറ്റേ മേടിച്ചു, അതെന്താ പോയാൽ? ഞാൻ പറഞ്ഞോളൂ വേണ്ട. ഇത് നിനക്ക് വട്ടയ. അപ്പോൾ ഞാൻ പറയാം ഇത് പടത്തിൽ കയറ്റിയല്ലോ. ഇതും പറയാം എവിടെ കയറ്റാണ്, തള്ളി കയറ്റാന്ന് പറഞ്ഞാൽ അങ്ങനെ കയറ്റിയതാണ് ഒരു സീൻ. അത് ഇതുപോലെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു ഇത് ഭാഗ്യമാണ്. ഈ ഓം ശാന്തി ഓശാന ഇത്രയും കിടന്ന് ഓടുമ്പോഴും എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പടം ഒന്നും ആവില്ലായിരുന്നു. വെറുതെ ഒരു ഞാനും ഇതിനും അല്ലെങ്കിൽ നിവിൻ, അജു, വിനീത്, ഷാൻ, ലിജോ പോൾ ഇവരെല്ലാം കൂടി ഇരുന്നിട്ട് കത്തിയടിച്ചിട്ടുണ്ടാവുന്ന സാധനങ്ങൾ തന്നെ അത് നമ്മൾ ചുമ്മാ പ്രവർത്തിക്കും, അങ്ങനെ ഉണ്ടായ സാധനം. അല്ലാതെ ഞാനും ഇതിനും കൂടി സീരിയസ് ആയിട്ട് ഇരുന്നിട്ട് സിനിമ ഭയങ്കരമാക്കണം, ഗംഭീരമാക്കണം, എൻ്റർടൈനിങ് ആക്കണം അങ്ങനെ വിചാരിച്ചെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആവില്ലായിരുന്നു. ടീം വർക്കിൻ്റെയാണ് ഇത് മൊത്തത്തിൽ. ഞാൻ പറയാം ഭാഗ്യമാണ്. പിന്നെ ഓം ശാന്തി ഓശാന ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഒരു ടോൺ
ഇന്റർവ്യൂവിന് ശേഷം വേറൊരു ടോൺ, കോസ്റ്റ്യൂം ആർട്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന കളറായിരിക്കണം, കേട്ടൺ ഇന്ന കളറായിരിക്കണം, മറ്റേ റൂമിലെ പെയിന്റ് ഇന്നതായിരിക്കണം, എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പടം തുടങ്ങി 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഒന്നും വന്നില്ല. വിളിച്ചു ചോദിക്കുമ്പോൾ പറയാൻ ഓരോ കാരണമുണ്ട് ഓരോരുത്തർക്ക്. ആദ്യത്തെ 3 ദിവസം ഞാൻ ഭയങ്കര പാവമായിരുന്നു. ഞാൻ ലൊക്കേഷനിൽ ഓക്കെ കൂട്ടോ കളക്കി മുള എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡീസൻ്റ്. അപ്പോൾ എന്ത് കാം ആൻഡ് ക്വയറ്റാണ്. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നും നടക്കണില്ല. പെയിന്റ് അടിച്ചാൽ പെയിന്റ് വേറെ പെയിന്റ്, കേട്ടൺ വേറെ കേട്ടൺ. ഞാൻ അടിച്ചു ചേട്ടാ എന്ത് പറ്റി കേട്ടൺ, അത് ഞാൻ 8 ദിവസം ശരിയായില്ലേ, എന്ത് പറ്റി? ഞാൻ പറഞ്ഞു ചേട്ടൻ തന്നെ വന്ന് ഈ വീട്ടിൽ ഇതിൻ്റെ അളവെടുത്തിട്ട് പോയി, ചേട്ടൻ തന്നെ വാങ്ങിച്ച മെറ്റീരിയൽ 8 നോക്കിയപ്പോൾ ശരി, അതെന്ത് വർത്താനമെന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, സിനിമയല്ലേ എന്നൊക്കെ. പിന്നെ എൻ്റെ മൊത്തം റിലേ പോയി, പിന്നെ ചൂടനായി ഞാൻ മൊത്തം എന്ത് പടം ഫുൾ ബഹളം. അപ്പോൾ ലാസ്റ്റ് എല്ലാവരും പേടിച്ച് എൻ്റെ പുലിയാണ്. പടം എങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ മലയാള ഇൻഡസ്ട്രി എന്നെ വെച്ചേക്കില്ലായിരുന്നു, അമ്മമാർ ചീത്തപ്പേരായിരുന്നു, ചൂടന്നൊക്കെയായിരുന്നു പേര്. പക്ഷേ ഇതാണ് സംഭവിച്ചത്. നമ്മൾ വിചാരിച്ച സാധനം ഒന്നും വന്നില്ല. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഒരു പടം റിലീസ് ചെയ്യണം, അത്രേ ഉള്ളൂ. കാരണം എൻ്റെ കയ്യിൽ നിന്ന് സിനിമ പോയി എന്ന് ഉറപ്പായി. പക്ഷേ എങ്ങനെയെങ്കിലും ബഡ്ജറ്റിനുള്ളിൽ പടം തീർക്കണം, ഇത്ര ദിവസത്തിനുള്ളിൽ തീർക്കണം, അത്ര മാത്രമേ എൻ്റെ ലക്ഷ്യം. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഭംഗിയാക്കാം എന്നുള്ള പ്ലാൻ ഒന്നുമില്ലായിരുന്നു. അപ്പം നമ്മുടെ കൂടെ വന്ന നിവിൻ, അജു, ഷാൻ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ 10 പേരുണ്ടായിരുന്നു എന്നെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ ഓക്കെ ആയി കഴിഞ്ഞാൽ 10 പേരുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും വിചാരിച്ചത് എനിക്ക് വട്ടാതാണ്. അപ്പോൾ അവർ വിചാരിച്ചു എന്ത് അലമ്പനാണ് ചൂടനാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പടം ഓടി കഴിഞ്ഞപ്പോൾ കുറേ എന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഇത് ഹിറ്റാവെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എന്നിട്ട് വർക്ക് ചെയ്യരുത്. ഞാൻ പറഞ്ഞു വേണ്ട, ആവശ്യത്തിന് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇത് മതി. പിന്നെ പടം മൊത്തം എഡിറ്റ് ചെയ്ത് കണ്ടപ്പോൾ ഫസ്റ്റ് ഹാഫ് ഫുൾ പ്രശ്നമായിരുന്നു. എല്ലാവരും പറഞ്ഞു ഫസ്റ്റ് ഹാഫ് ഭയങ്കര സ്ലോ ആണ്. ഫസ്റ്റ് ഹാഫ് സ്ലോ ആയിക്കോട്ടെ കുഴപ്പമില്ല, കാരണം എല്ലാ പടങ്ങളിലും മിക്കവാറും ഫസ്റ്റ് ഹാഫ് നല്ല കിട്ടുന്നതായിരിക്കും. ഇൻ്റർവ്യൂവിന് ശേഷം ചിലപ്പോൾ അത്ര കിട്ടുന്നാവില്ല. അപ്പോൾ ആൾക്കാർ പറയും ആ പടം കൊള്ളില്ലെന്ന് പറയും. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ബോറായാലും ഇൻ്റർവ്യൂവിന് ശേഷം നല്ലതാണ് ഈ ആൾക്കാർ കിട്ടുന്ന പടം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള അനുഭവം. ഫസ്റ്റ് ഹാഫ് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്തായാലും സ്ലോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഷാൻ റഹ്മാനാണ് കയറി വന്നത് പടത്തിലോട്ട്. ആദ്യം ഷാൻ കുറേ അയച്ചു തന്നു, ഇങ്ങനെ ഫസ്റ്റ് റീൽ എനിക്ക് അയച്ചു തന്നു, പടത്തിൻ്റെ റീല് സ്കോർ ചെയ്തിട്ട് അയച്ചു തന്നു. അപ്പോൾ എൻ്റെ ഓഡിയോ മാത്രമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ ബസ്സിൽ പോകുമ്പോഴൊക്കെ എനിക്ക് മെയിൽ തരും. അപ്പോൾ ഫോണിൽ ഞാൻ മറ്റേ ഹെഡ്ഫോൺസ് കുത്തി കേൾക്കും, അതെ ഇന്ന സീനിൽ സ്കോറാന്ന് പറഞ്ഞാൽ അയച്ചു തരും. അപ്പോൾ ആ സീൻ എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ കേൾക്കും. ഷാൻ വിളിച്ചോ ഇത് പറ്റില്ല. ഷാൻ പറഞ്ഞു നീ പിന്നെ എങ്ങനത്തെ ഉദ്ദേശിക്കുന്നത് ചോദിക്കാം. ഞാനും ഷാൻ ആദ്യം ഞാൻ പറഞ്ഞൊന്നും അവിടെ മനസ്സിലാവില്ല, ഷാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. കുറച്ച് ഇപ്പോൾ എടാ മനുഷ്യ ഇങ്ങനെയാണോന്ന് പറഞ്ഞാൽ അടിയൊക്കെ എന്തോ ഒരു സമയത്ത് കിട്ടി, എന്തോ സാധനം കിട്ടി. പിന്നെ ഞാൻ പറയണ കൃത്യം എന്താണ് അതുപോലെ ഷാൻ മനസ്സിലാക്കി. പിന്നീട് അങ്ങോട്ട് ഒരാഴ്ച കൊണ്ടാണ് ഷാൻ സ്കോർ മൊത്തം ചെയ്ത് ടപ്പന്നായിരുന്നു. എനിക്ക് അയച്ചു മച്ചാ ഒരു സാധനം അയച്ചിട്ടുണ്ട് കേൾക്കാൻ പറഞ്ഞു. കേട്ടാൻ പറഞ്ഞു ആളിയെ പൊളിച്ച് എന്ന് പറയും. അത് വീണ്ടും അയച്ചത് ഇപ്പോൾ അയച്ചത് ഞാൻ പറഞ്ഞു പിന്നെയോ ഓക്കെ എന്ന് പറഞ്ഞു. വീണ്ടും അയച്ചാൽ പൊളിച്ചളയാന്ന് പറഞ്ഞു. വെച്ച് മറ്റേ സ്കോറിലും ഗിരിയുടെ സ്കോറുണ്ട്, ഗിരി വരുന്ന സ്കോറുണ്ട്, ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ. ആ സ്കോർ ആദ്യം വേറെ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇത് പോരാ, ഇത് കിടുന്നല്ലേ. ഞാൻ പറഞ്ഞു മനസ്സിൽ നമ്മുടെ പടത്തിൻ്റെ ടോൺ ഇതല്ല വേറെയാണ്, ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഏതെങ്കിലും പിടിക്കും പൊളിച്ചെടുക്കും, കാറ്റും കൂടിയിട്ട് പിടിച്ചാലോ. ഞാൻ പറഞ്ഞു അത് എങ്ങനെ പിടിക്കും. അങ്ങനെ അതിൻ്റെ സ്കോറിൻ്റെ ഒരു ഏരിയയാണ് യൂസ് ചെയ്തത് ഷാൻ. ചന്തിക്ക് പിടിച്ചേരടാ. വേണ്ട കേട്ടോ, ചന്തിക്ക് പിടിച്ച് കയറടാ. ഓടിക്കോടാ. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു മിസ്റ്റർ നിവിൻ പോളി താങ്കൾക്കൊരു സ്കോർ വെച്ചിട്ടുണ്ട്, കൈയടി ബഹളം ഒരിക്കലും എന്നെ പട്ടി എന്ന് വെച്ചോളാൻ പറഞ്ഞു. നീ പറഞ്ഞു പിന്നെ ഇച്ചിരിയുള്ള സ്കോറിൽ എന്തും കൈയടി എന്ന് പറഞ്ഞു. തിയേറ്ററിൽ അവനെ കാണിച്ചപ്പോൾ മുടിഞ്ഞ കൈയടി. ഇവൻ എൻ്റെ ഒരു നോട്ടം എൻ്റെ ഞാൻ ഷാനാണ്. കാരണം ഓം ശാന്തി ഓശാനാണ് എനിക്ക് തോന്നുന്നു പകുതി കൂടുതൽ പടം ഓടാൻ റീസൺ അതിൻ്റെ സ്കോറാണ്. സ്കോർ വല്ലാതെ അതിനെ പൊക്കിയിട്ടുണ്ട്. കാരണം വിഷ്വലിൽ നമ്മൾ വിചാരിച്ചതിൻ്റെ പകുതിയുടെ പകുതി വന്നിട്ടുള്ളൂ. പിന്നെ മേളിലൊരാളുടെ സത്യം അത് ഞാൻ കിടുങ്ങിയിരിക്കുകയാണ്. കാരണം ഇത്ര ഞാൻ വിചാരിച്ചില്ല. ഒരു പടം ഞാൻ കണ്ട് മൊത്തം ഇറങ്ങിയപ്പോൾ ഞാൻ 2-3 ആഴ്ച കൂടും. ആൾക്കാർ പറയും ആ തിരക്കേടില്ല, ഒരു പുതിയൊരുത്തം വന്നിട്ടുണ്ട്, എന്താ ചൂടോ ആൻ്റണി അതൊക്കെ പറഞ്ഞോളൂ. പക്ഷേ ഇതൊരു വക കംപ്ലീറ്റ് റിലേറ്റഡ് റോക്കറ്റ് പോലെ പടം അങ്ങ് സൂപ്പർ ഹിറ്റ്. നാട്ടുകാർ മൊത്തം എന്നെ കാണുമ്പോൾ ജൂട്ട് സാർ എന്നൊക്കെ ഞാനോ ആ ലെവലായി. അപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കഷ്ടപ്പെട്ട ഒരു പടം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ആദ്യം അത് ഇറങ്ങിയില്ല, ചെയ്യാൻ പറ്റിയില്ല. അന്നുണ്ടായിരുന്ന ഒരു ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ മറ്റേ 3 ഷൂട്ടിങ്ങിന് കാണിച്ച ആൽമറത്തെ പാഷനോ ഒന്നും ഓം ശാന്തി ദിവസം ഞാൻ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ വിജയം ഞാൻ അർഹിക്കുന്നില്ലെന്ന് എനിക്ക് സ്വയം തോന്നണേ. ഇതിങ്ങനെ ഓടുന്നുണ്ട്, ആര് കാശിറക്കി അയാൾക്ക് നല്ല കാശ് കിട്ടി, സന്തോഷം. അത്യാവശ്യം എനിക്ക് പണി അറിയാമെന്നുള്ള പേര് കിട്ടി, അത്ര തന്നെ വലിയ കാര്യം. ഇനി അടുത്ത സിനിമയാണ്
ഞാൻ ഇനി ചെയ്യാൻ പോണത്. കാരണം ഇത് എങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ്. ഇത് ഹിറ്റായതിൽ മേളിലുള്ള ആൾക്കും കൂടെ വർക്ക് ചെയ്തവർക്കാണ് കൂടുതൽ പങ്ക്.